പ്രകൃതിയെ നശിപ്പിക്കുന്ന അധിനിവേശ സസ്യങ്ങൾക്കെതിരെ പോരാടി പഴയ കാടിനെ തിരിച്ചുപിടിക്കുകയാണ് കാട്ടിക്കുളം സ്വദേശിയായ 22-കാരി രഞ്ജുവും സംഘവും. കാട്ടിൽ നിന്ന് തൈകൾ ശേഖരിച്ച് നടുമ്പോൾ വരും തലമുറയ്ക്കായി അവർ ഒരുക്കുന്നത് കണ്ടുമറന്ന കാടിനെ തന്നെയാണ്. സ്വപ്നങ്ങൾ പലവിധമാണ്, അവയുടെ സാക്ഷാത്കാരത്തിലേക്കുള്ള വഴികളും. കാട്ടിക്കുളത്തെ കാട്ടുനായ്ക്ക ഉന്നതിയിൽ തൻ്റെ ബാല്യം മനോഹരമാക്കിയ, താൻ കണ്ടുമറന്ന, തന്നെ പോറ്റിയ കാടിനെ ഭൂമിയിൽ നിറയ്ക്കാൻ ഈ 22-കാരിയും സംഘവും ഇറങ്ങിത്തിരിച്ചിട്ട് 2 വർഷമാകുന്നു. മുമ്പിൽ വില്ലന്മാർ മനുഷ്യരല്ല, അധിനിവേശ സസ്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് പണ്ട് കാലത്തൊക്കെ നമ്മുടെ കാട് നല്ലൊരു കാടായിട്ടായിരുന്നു നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മുടെ ഈ സെന്ന വന്നതോടുകൂടി കാട് മൊത്തം നശിച്ച് ഒരു ജൈവ വൈവിധ്യമൊന്നും ഇല്ലാത്തൊരു കാടായി മാറി. അധിനിവേശ സസ്യങ്ങളിൽ മുമ്പൻ സെന്നാമരമാണ്. അവയെ നശിപ്പിച്ച് കാടിനെ സൃഷ്ടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഈ സംഘത്തിന് വെല്ലുവിളി. എങ്കിലും ലക്ഷ്യം കൈവിടാതെയുള്ള പ്രവർത്തനം. ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്തത്, സെന്ന ഡീബാർക്കിംഗ് ചെയ്തു. ഇപ്പം നമ്മൾ നഴ്സറിയിൽ ഒരു 128 സ്പീഷീസ് ഉണ്ട്. ഏകദേശം 8000 തൈകളോട് ഉള്ള ഒരു നഴ്സറിയാണ്. കാട്ടിൽ നിന്നും തൈകൾ ശേഖരിച്ച് അവയെ പരിപാലിച്ച് തിരിച്ച് കാട്ടിലേക്ക് അയക്കുമ്പോൾ രഞ്ജുവിനുള്ളത് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യം. ഇപ്പൊ വിത്ത് കൈ കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അത് വിത്ത് ഉണക്കി, വിത്ത് കഴുകി, വിത്ത് മുളപ്പിക്കുക, തൈ ഉണ്ടാക്കി ഇവിടെ വെക്കുക. ഇവിടുന്ന് പോകുമ്പോൾ ഇതൊരു ശൂന്യമായി മാറും ഈ ഒരു പ്ലേസ്. അപ്പോൾ അതാലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടമാണ്. പക്ഷെ നല്ലൊരു വിശ്വാസമുണ്ട്. കാരണം ഈ ഒരു ചെടികൾ കാട്ടിൽ പോയിട്ട് വലിയൊരു മരമായി മാറും, നല്ലൊരു വനമായി മാറുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. കച്ചവടത്തിനല്ലെങ്കിലും ലക്ഷ്യം കണ്ട സംരംഭം വിജയകരം. ഈ കൂടാരത്തിൽ നിന്ന് ഇനി കാട്ടിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നത് 127 ഇനം സസ്യങ്ങളാണ്. കൗമാരമെത്തിയ സസ്യങ്ങൾ പോകാൻ തയ്യാറായി നിൽക്കുന്നു. ലാഭമല്ല, കണ്ടുമറന്നത് തിരിച്ചു പിടിക്കുകയാണ് പ്രധാനം. നമ്മൾ ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങളും മൂപ്പന്മാരോട് ഇവരോടൊക്കെ ചോദിച്ചാലേ ഇവർ അറിയുള്ളൂ. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പോലും ഈ കാടിൻ്റെ സ്വഭാവം, അതിൻ്റെ സവിശേഷതകളെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ഇവരെയും കൂടി അവിടുത്തെ പണ്ടത്തെ കാട് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ കാട് എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഇവിടുത്തെ പണ്ട് എന്തൊക്കെ സസ്യങ്ങളുണ്ടായിരുന്നു, ഇപ്പം എന്തൊക്കെ ഉണ്ട്, ഇപ്പം എന്തൊക്കെ ഇല്ല എന്നുള്ളത് കൂടി നമുക്ക് വലിയൊരു അറിവ് തന്നെയാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യരല്ല, പ്രകൃത്യാ നാശമുണ്ടാക്കുന്നവയ്ക്കെതിരെ പോരാടി പ്രകൃതിയെ സൃഷ്ടിക്കുന്ന മനുഷ്യർ. ഈ മനുഷ്യരിൽ നിന്ന് തുടങ്ങുകയാണ് ഭാവി തലമുറയ്ക്കുള്ള ഒരു മഹാവനം. ക്യാമറമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.